പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനു പ്രകാരം സംസ്ഥാനത്തെ സ്കൂളുകളിൽ ഭക്ഷണം വിളമ്പി തുടങ്ങി. ആഴ്ചയിൽ 5 ദിവസവും വ്യത്യസ്തങ്ങളായ വിഭവങ്ങളാണ് കുട്ടികൾക്ക് നൽകുക. സംസ്ഥാനത്തെ 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലാണ് പരിഷ്കരിച്ച ഉച്ചഭക്ഷണ മെനു നടപ്പിലാക്കുന്നത്. മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരം കോട്ടൺ ഹിൽ LP സ്കൂളിലെത്തി വിദ്യാർത്ഥികൾക്ക് ഉച്ചഭക്ഷണം നൽകി. സ്കൂളുകളിൽ ഇനി ഉച്ചക്കഞ്ഞിയെന്ന് ആരും പറയില്ല. അത്തരത്തിൽ അടിമുടി മാറ്റത്തോടെയാണ് സംസ്ഥാന സർക്കാർ 1 മുതൽ 8 വരെയുള്ള ക്ലാസുകളിലെ ഉച്ചഭക്ഷണ മെനു പരിഷ്കരിച്ചത്. ആഴ്ചയിൽ ഒരു ദിവസം വെജിറ്റബിൾ ഫ്രൈഡ് റൈസ്, ലെമൺ റൈസ്, വെജിറ്റബിൾ ബിരിയാണി, ടൊമാറ്റോ റൈസ്, കോക്കനട്ട് റൈസ് എന്നിവയിൽ ഏതെങ്കിലും ഒന്നുണ്ടാകും. റൈസുകൾക്കൊപ്പം പുതിന, ഇഞ്ചി, നെല്ലിക്ക, പച്ചമാങ്ങ എന്നിവ ചേർത്ത ചമ്മന്തിയും വേണമെന്ന് നിർദ്ദേശമുണ്ട്. മന്ത്രി വി ശിവൻകുട്ടി തിരുവനന്തപുരത്തെ കോട്ടൺ ഹിൽ LP സ്കൂളിൽ സന്ദർശനം നടത്തി. അതുപോലെ ആഴ്ചയിൽ 5 ദിവസത്തെ മെനു ബഹുമാനപ്പെട്ട മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം എന്താണോ ഗവൺമെൻറ് പറഞ്ഞിരിക്കുന്നത് അതേപടി പരിഷ്കരിച്ച് നടപ്പാക്കുക തന്നെ നമ്മൾ ചെയ്യും. മാസത്തിൽ 1-2 ദിവസം മൈക്രോ ഗ്രീൻസും സ്കൂളിലെ പോഷകത്തോട്ടത്തിൽ വിളയിച്ച ഉൽപ്പന്നങ്ങളും നാടനും പ്രാദേശികവുമായ പച്ചക്കറികളും മെനുവിലുണ്ടാകും. ദേശീയ കുടുംബാരോഗ്യ സർവേ പ്രകാരം കേരളത്തിലെ കുട്ടികൾക്ക് ബിരിയാണി ഇതുപോലെ പറഞ്ഞിട്ടുണ്ടോ ടീച്ചറോട് ബിരിയാണി വേണമെന്ന് പറഞ്ഞിരുന്നോ? അല്ല, ഇല്ലെന്ന് സ്പെഷ്യൽ ഡേക്ക് മാത്രം തടുത്ത വിളർച്ചയും അമിതവണ്ണവും കണ്ടെത്തിയിരുന്നു. തുടർന്നാണ് കൂടുതൽ പോഷകാംശം ഉൾപ്പെടുന്ന വിഭവങ്ങൾ ഉച്ചഭക്ഷണ മെനുവിൽ ഉൾപ്പെടുത്തിയത്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.